ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പുഷ്പ 2 ദ റൈസ് എന്ന് പറഞ്ഞ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈസ് സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിലും ജനുവരി മാസം അവസാന വീക്ക് മാത്രമേ ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 56 ദിവസത്തിന് ശേഷം, തിയേറ്റർ റിലീസ് ചെയ്ത് 56 ദിവസത്തിന് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. മൈത്രി പ്രൊഡക്ഷൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് പുഷ്പ 2 ദ റൈസ് എന്ന സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. ഹിന്ദുസ്ഥാൻ ലോ ക്വാളിറ്റി പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്ത ഒരു മലയാളം മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന സിനിമ. തിയേറ്ററിൽ പരാജയമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ ഒരു സിനിമ യൂട്യൂബിൽ ഇപ്പോൾ മുതൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു ആക്ഷൻ കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. തെൽമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് വാട്ട് ഇഫ് സീസൺ 2-3 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. വാട്ട് ഇഫ് ഈ സീരീസിൻ്റെ 3ാമത്തെ സീസണാണ്. മാർവൽ സീരീസാണ്. ആനിമേഷൻ, ആക്ഷൻ, അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി വിഭാഗത്തിലുള്ള സീരീസാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് നാളെ ഉച്ചയോടുകൂടി റിലീസ് ചെയ്യുന്നതാണ്. ഒരു മലയാള സിനിമ, ഒരു ലോ ബഡ്ജറ്റ് മലയാള സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് 5 എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. ഒരു സോംബി മൂവിയാണ്, ലോ ബഡ്ജറ്റ് മൂവിയാണ്. യൂട്യൂബിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഇംഗ്ലീഷ് മൂവിയാണ്. നമ്മുടെ മാർവലിൻ്റെ തന്നെ ക്രാവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ആക്ഷൻ, അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ മുതൽ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ഹക്കിൻ ഷാജഹാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കടകൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഈ ഒരു സിനിമ എന്നുള്ളത് സൺനെക്സ്റ്റിൽ OTT റിലീസ് ചെയ്യുന്ന 20-ാം തീയതി OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ പുറത്ത് വന്നിരുന്നു. അവർ എന്താ പറയുക, ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു, പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 20-ാം തീയതി അവർ റിലീസ് ചെയ്തില്ല. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്തത്. ഈ സംഭവങ്ങളൊക്കെ, ഈ ഒരു അപ്ഡേറ്റ് വന്ന സംഭവങ്ങളൊക്കെ അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മലയാളത്തിലല്ല വന്നിട്ടുള്ളത്, ഹിന്ദി ഡബ്ഡ് വേർഷനാണ് വന്നിട്ടുള്ളത്. സാൻഡ് മാഫിയ എന്നുള്ള പേരിൽ അൾട്രാ മൂവീസ് പാർലർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. അൾട്രാ മൂവി പാർലർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഹിന്ദി ഡബ്ഡ് വേർഷൻ സാൻഡ് മാഫിയ എന്ന് പറഞ്ഞ പേരിലാണ് കടകൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ OTT അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.